പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യമാണ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം, പ്രസവിപ്പിക്കുമാറാക്കിയിട്ട് കളയുമോ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ വിടുതലുള്ള ആരോ ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനും ആ വചനം ഏറ്റെടുക്കുകയാണ്. കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ നിശ്ചയമായി വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ജനനത്തെ കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾക്ക് ഇന്ന് പകൽ ചിന്തിപ്പാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്, പ്രസവ ദ്വാരത്തിങ്കൽ വരുത്തിയേച്ച് ഞാൻ പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ. ഇതിന്റെ അർത്ഥം എന്താണ്? ദൈവം ഒരു വിടുതൽ അയക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം അത് പൂർത്തീകരിക്കപ്പെടാതെ തന്റെ കൈ പിൻവലിക്കത്തി. കർത്താവിന്റെ ആത്മാവ് നമ്മെ ഈ വചനം പറഞ്ഞത് ധൈര്യപ്പെടുത്തുകയാണ്. പലപ്പോഴും ഇസ്രായേൽ എന്ന തന്റെ ജനത പ്രസവിക്കാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായത് പുറത്തു വരാതിരിക്കേണ്ടതിന് പല ശക്തികൾ എതിരിട്ടു നിന്നിട്ടുണ്ട്. ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അവനൊന്ന് വായിച്ചോട്ടെ ആ വാക്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രവാചക പുസ്തകം നമ്മൾ 36:6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. സ്തോത്രം. 36:1 മുതലുള്ള കൈ അവിടെ വെച്ചോണം. ഹിസ്കിയാ രാജാവിന്റെ 14-ാം ആണ്ടിൽ അശ്ശൂർ രാജാവായ സൻഹെരീബ്, ശ്രദ്ധിച്ചു കേട്ടോണേ, അശ്ശൂർ രാജാവായിരിക്കുന്ന സൻഹെരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ, യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെ മേലും പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അവൻ ബലഹീനതയല്ല ശത്രു നോക്കുന്നത്, അവൻ പ്രാർത്ഥിക്കുന്നവരെ ശത്രു നോക്കുക. ജീവിതത്തിൽ ബലപ്പെട്ടിരിക്കുന്നവരെ പിടിക്കാൻ, ആരാധിക്കുന്നവരെ പിടിക്കാൻ, ഉപവാസമുള്ളവരെ പിടിക്കാൻ ശത്രു പദ്ധതികൾ ഒരുക്കുകയാണ്. സ്തോത്രമല്ലേ. കാരണം എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കുന്നവർ ഒരു ദേശത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവർ ഒരു കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവർ ഒരു സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവനുള്ളത് കൊണ്ട് ചിലർ നിലനിൽക്കുന്നത്. ഇതറിയാവുന്നത് കൊണ്ട് ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദോദാനിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പ്രവാചകനായിരിക്കുന്ന എലീശയുണ്ടെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ അരാം രാജാവ് തന്റെ സൈന്യത്തെ മുഴുവനും അവൻ ആലോചന പറയുന്നവരുടെ അടുക്കലേക്ക് അയച്ചു. സ്തോത്രം. ബലഹീനന്റെ അടുക്കലേക്കല്ല അയച്ചത്, പ്രാർത്ഥിച്ച് ദൂത് പറയുന്നവരെ പിടിക്കാൻ അയച്ചത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കെതിരെ പോരാട്ടം ഉണ്ടെന്ന് ഉറപ്പാണ്. സ്തോത്രമല്ലേലൂയ. നിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ തള്ളിയിടാനായിട്ട്, ആരാധനയിൽ സന്തോഷം കണ്ടെത്താതിരിക്കാനായിട്ട്, ഉപവാസത്തിൽ മടുപ്പ് തോന്നിക്കാനായിട്ട്, ആരാധനയിൽ സന്തോഷം വരാൻ പറ്റാത്ത നിലകളിൽ അവനല്ലേ നിനക്കെതിരെ ശത്രു പടയൊരുക്കം നടത്തുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവൻ ഒരിടത്തും പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെതിരെയാണ് ശത്രു പടയൊരുക്കം നടത്തുന്നത്. അല്ലെ, എന്തിനാ പിടിക്കാമെന്ന് 36 വായിച്ചേ. ഉറപ്പുള്ള പട്ടണങ്ങൾ. ഒന്നുകൂടെ വായിച്ച വാക്യം, ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ എല്ലാവരും വിശ്വാസികളാണെങ്കിൽ എല്ലാവരും വിശ്വാസി കരുത്തരാണ്. അപ്പൻ കരുത്തരാണെങ്കിൽ അമ്മ ബലഹീനത. നീ അപ്പനും അമ്മയും കരുത്തരാണെങ്കിൽ കുഞ്ഞുങ്ങളോ 5 അയലൊക്കത്തില്ല. അവിടെ ഉണ്ടോ? ഇല്ല. സ്തോത്രമല്ലേ വരിക. ചിലയിടത്ത് മക്കൾ ബലപ്പെട്ടിരിക്കും, അവൻ അവിടെ അപ്പനും അമ്മയും ബലമില്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതും പിശാചിന്റെ വലിയൊരു തന്ത്രം തന്നെ. അവൻ കാരണം ഇവര് 4 പേരും കൂടെ ഒരുമിച്ചൊന്ന് മുഴങ്കാലം മടക്കിയാലുണ്ടല്ലോ, മറ്റേ ഒരു 4 പേര് അവനെ ചുമന്നോണ്ട് യേശുവിന്റെ അടുത്ത് പോയ പോക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്തോത്രം. 4 പേർക്ക് ഒരേ വിശ്വാസം. ഹല്ലേലൂയ. ഈ 4 പേരുടെ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. 4 പേർക്ക് ഒരുപോലാണ് പൊക്കം. നിങ്ങളുടെ വീട്ടിൽ ദൈവദാസനും കർത്താവിന്റെ ദാസിക്കും ആമേൻ, ഹല്ലേലൂയ, ആ കർത്താവിന്റെ ദാസിക്കും കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ആമേൻ സന്തോഷ് ഭാഷയ്ക്ക് ഒരുപോലെയാണ് പൊക്കം? അല്ല, വ്യത്യസ്തമാണ് അല്ലേ? ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. 4 പേര് ഇങ്ങനെ, 2 പേര് ഫ്രണ്ടിൽ നിൽക്കുന്നു, 2 പേര് ബാക്കി നിൽക്കുന്നു, 4 പേരും കൂടെ ഒരു വിഷയം ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്ന അവൻ ശൈലിശുശ്രൂഷ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വണ്ണവും ഇച്ചിരി പൊക്കമൊക്കെ ഉള്ളത് കൊണ്ട് അവന്റെ എനിക്ക് ഇച്ചിരി, ഞാൻ ഉദാഹരണം എടുക്കുന്നുള്ളൂ കേട്ടോ, ഞാൻ ഹല്ലേലൂയ പപ്പാട് അത്ര ഞാൻ താഴുകയാണ്, ഉദാഹരണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് പിന്നെ സഭയിൽ സ്വാതന്ത്ര്യമുണ്ട് ആരെയും അവന് ഉദാഹരണം എടുക്കാനായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റേതെല്ലാം ക്ഷാമയായത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ശൈലി ശിശു പറയാണ്,
അവൻ ശൈലശിഷ്ണു അമ്മയുടെ ഫ്രണ്ട് നിൽക്കുന്നത് ഹല്ലേലൂയ എന്ന് വിചാരിക്കുക. അമ്മ ശൈലശിഷ്ണു പറയാ, എനിക്ക് ഇത്ര വണ്ണം പൊക്കോണത് കൊണ്ട് പപ്പാട് അത്ര അല്ലാതെ അമ്മയുടെ അത്രയൊന്നും ഞാൻ താഴുകയില്ല. അമ്മാവയ്ക്ക് അത്ര മൊക്കയില്ലാത്തതുകൊണ്ട് അമ്മാവ് എന്ത് ചെയ്യാമെന്നറിയാമോ? എത്തി കുത്തുക. സ്വോത്രമല്ലേ, ഇത് എത്തുകയും കുത്തുകയും വേണ്ട. ഹല്ലേലൂയ. ഈ ഫ്രണ്ട് നിൽക്കുന്ന ആണെന്നല്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അവൻ്റെ ആ പൊക്കം ഒരു ക്രമപ്പെടും. ഇന്ന് പകൽ 4 പേർക്ക് ഒറ്റ വിഷയമുള്ളൂ. അവന്റെ ഒറ്റ കാര്യമുള്ളൂ. ഈ വിഷയം യേശുവിന്റെ അടുത്ത് ചുമന്നുകൊണ്ട് വന്ന പല വിഷയങ്ങളും പാതി വഴി വെച്ച് ശത്രു തള്ളിക്കളഞ്ഞ എത്രയോ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവമക്കളാ ഇന്ന് യോഗത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് പകൽ നമുക്കൊരു വാശി ഉണ്ടാകണം. ആ വാശി എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ വാശിയാണ്. അല്ലാതെ അവളോട് മിണ്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ അവളോട് മിണ്ടുന്നില്ലെന്നുള്ള പദത്തിനല്ല ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ശത്രു ഇതുവരെ ഞങ്ങളെ നിന്നയുണ്ട്, അതുകൊണ്ട് ഇനി അവന്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന് എന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുമിച്ച് മുഴങ്കാലം എടുക്കാൻ തോന്നില്ല. 4 പേരും കൂടെ ഒരുമിച്ച് ചെന്നപ്പോഴത്തേക്കും അവന്റെ കവർണവുമല്ലേ വീട്ടിൽ കയറാൻ ഇടവില്ല. സ്തോത്രം. അവൻ കാരണം എന്താ? ആളുകൾ മുഴുവനും അവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അപ്പോ അവന്റെ കാരണം വിഷയം നമുക്ക് കർത്താവിന്റെ കാലത്തെ കൊണ്ട് വെക്കാനായിട്ട് പറ്റുകയില്ല. കാരണം അത് അത്രമാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുക. പക്ഷേ വീട്ടിൽ നിറങ്ങിയ വിശ്വാസമുള്ളവനുണ്ടല്ലോ, അവനെല്ലാവരും ആരും കാണാത്ത വഴി അവൻ കാണും. മനസ്സിലാകുന്നോ? വിശ്വാസമുള്ളവൻ പുതുവഴി വെട്ടി തുറക്കും. കേൾക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. വഴിയില്ലാന്ന് പറഞ്ഞ് ശത്രു അടച്ചിട്ടുണ്ടെങ്കിൽ, വഴിയില്ലാന്ന് പറഞ്ഞ് ലോകം അവൻ അടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അകത്തിന് വിശ്വാസം വ്യാപരിക്കണം. അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്ന 4 പേർക്കും ഒരേ വിശ്വാസമാണ്, ഒരേ അനുഭവം. ഒരാളുടെ ഹൃദയത്തിലായിരിക്കും അച്ഛൻ തോന്നുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എടാ വന്നതല്ലേ അവന് നമ്മൾ തീരുമാനം എടുത്ത് വന്നതാ കർത്താവിന്റെ സന്നിധിയിൽ വെക്കുക എന്നുള്ളത് ആവശ്യം. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു, അവർ 2 പേര് പറഞ്ഞു, ഞങ്ങൾ ഏതായാലും പെരയുടെ മുകളിലോട്ട് കയറാം, നിങ്ങൾ താഴെ തന്നെ നോക്കി തന്നേച്ചാൽ മതി. സ്തോത്രമല്ലേ, റിസ്ക് എടുക്കണം ചിലതിന് വേണ്ടിയിട്ട് കേട്ടോ. സ്തോത്രമല്ലേ, ചില വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക. മറ്റോ അവനല്ലേ തീരുമാനം എടുത്തോണം, പ്രാർത്ഥിച്ചോണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അല്ലേ കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടും അല്ല, തീരുമാനം റിസ്ക് എടുത്താ ചില വിടുതലുകൾ നടന്നിരിക്കും. നമ്മുടെ മനോഭാവം ദൈവം നോക്കും. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞാട്ടെ. 2 പേര് പെരയുടെ മുകളിലോട്ട് കയറി. അപ്പോഴും യേശുവിന്റെ അടുക്കൽ ആള് തിങ്ങി നിറഞ്ഞ് നിൽക്കുക. അപ്പൊ താഴെ 2 പേര് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് കൊടുക്കുക. റിസ്കൊണ്ടാ വെച്ചാ പൊക്കി കൊടുക്കുന്നതിന്. ഒരു മനുഷ്യനെ കിടക്കുന്ന ഒരു രോഗി എടുത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? സ്തോത്രമല്ലേ. ജീവനോണ്ടിരിക്കുന്നത് നമ്മളെ എത്ര വണ്ണം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു അങ്ങോട്ട് എടുത്ത് അവനല്ല ഇരുത്തുമൊക്കെ ചെയ്യാം അല്ലേ? അവനെ പൊടിയ മാമേ. സ്തോത്രം. കിടക്കുന്ന ഒരു രോഗിയെ വലിയ പാഠം എടുത്തോണ്ട് പോകാൻ അവനല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കണ്ടിട്ട് എങ്ങനെ എന്റെ ആദ്യം കർത്താവിന് സൗഖ്യം കൊടുക്കാതിരിക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കർത്താവ് ഇത് അവിടെ ഇരുന്നോണ്ട് കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പെരയുടെ മേളോട്ട് കയറിയച്ച് അവൻ 2 പേര് എടുത്തു കൊടുത്തു. അവൻ അവിടുത്തെ അവനല്ലേ ആ പുല്ലെല്ലാം കൂടെ മാറ്റിയച്ച് അവനല്ലേ അവൻ രോഗിയെ കിടക്കയോടെ യേശുവിന്റെ കാൽക്കുള്ളിലോട് ഇറക്കി വെച്ചു. അപ്പൊ കൊണ്ടുപോയപ്പോൾ പലരും പറഞ്ഞു, അമ്മാമേ അവനെ അവിടോട്ട് പ്രാർത്ഥനയ്ക്ക് പോകേണ്ടത് ഇതൊന്നും നടക്കുന്ന വിഷയമല്ല, നടക്കുകയെന്ന് പലരും പറഞ്ഞു. പക്ഷേ അവനല്ലേ കൊണ്ടുപോകുന്നവർക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങൾ അങ്ങോട്ട് ചുമന്നാ മതി, തിരിച്ച് ചുമക്കേണ്ടതായിട്ട് വരത്തില്ല. ഞങ്ങളോട് കൂടെ നടന്നു വരുമല്ലോ. പലർക്കും സാക്ഷ്യമായി, പലർക്കും അത്ഭുതമായി, പ്രാർത്ഥനയ്ക്ക് പുറപ്പെട്ട നീ പലരും പറഞ്ഞു പോകണ്ട, പോയിട്ട് ഒരു കാര്യമില്ല, നീ പോയിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ അകത്ത് ഭയങ്കര തിളപ്പാ. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് ചുമതേച്ചാ മതി, തിരിച്ച് ഇവൻ ഞങ്ങളെക്കാൾ മുന്നിൽ ഇവൻ നടന്നു വരും. ഹല്ലേലൂയ. ഇപ്പം മറുപടി പറയരുത് കേട്ടോ. നമ്മുടെ വഴിത്താരകളിലൊക്കെ ആളുകള് പരാതി പറയാനും വീട്ടിലൊക്കെ പരാതി പറയാനൊക്കെ നിൽക്കുന്നുണ്ടാവാം. ഇപ്പം മൗനമായിരുന്നോണം. മറുപടി വാക്കുകൊണ്ടല്ല പറയേണ്ടത്, ആത്മാവ് ഇടപെടുകയാ. ചില പ്രവർത്തികൾ ദൈവം ചെയ്തു തരും. ചൂണ്ടിക്കാണിച്ചാ മതി. ഇതാ എന്റെ നീ പറഞ്ഞ് അന്നത്തെ ചോദ്യത്തിനുള്ള മറുപടി അവൻ ചൂണ്ടിക്കാണിക്കുന്ന ചില വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവ് അവൻ നിനക്ക് പകർന്നു തരുവാനായിട്ട്
മനസ്സിലെ ഹല്ലേലൂയ തിരിച്ചു പോന്നപ്പോ അവന് പിന്നെ ഇവരെ ഭാരം എടുത്ത് വെച്ചോ ഹല്ലേലൂയ അവൻ തുള്ളിയും ചാടിയും നടക്കുക. വന്ന ആളുകൾ മുഴുവനും ഹല്ലേലൂയ അല്ലെങ്കിൽ ചോദിച്ചവർ കളിയാക്കിയിട്ടുണ്ട്, വെറുതെ പോവുക ആമേൻ എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ ഹല്ലേലൂയ ഇവൻ തുള്ളിയും ചാടി നടക്കുമ്പോ മറ്റവര് ചിരിച്ചോട് പോവുക അല്ലേ? ആമേൻ. ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഭാരം ചുമന്നവൻ ചില മണിക്കൂറുകൾക്ക് ശേഷം ചിരിച്ചുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. നിന്നെ ചിരിപ്പിക്കാത്ത വിഷയങ്ങൾ, സന്തോഷിപ്പിക്കാത്ത വിഷയങ്ങൾ, നിന്നെ ആഹ്ലാദിപ്പിക്കാത്ത വിഷയങ്ങൾ, ഹല്ലേലൂയ നിനക്ക് സ്വസ്ഥത തരാത്ത വിഷയങ്ങൾ, ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ആമേൻ നിന്നെ സന്തോഷിപ്പിക്കാൻ പോവുകയാണ്, ആനന്ദിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുൻപ് അബ്രഹാം പറയാമെന്ന് ചോദിച്ചു, ആമേൻ എലയാസറാണോ എന്റെ വീട്ടിലെ ഇനി കാര്യങ്ങളെല്ലാം ചെയ്യണത്? വിളിച്ചിറക്കി അയച്ച കൊച്ചിനെ തരാം എന്ന് പറഞ്ഞ് പലപ്പോഴും പറഞ്ഞ് പറ്റിക്കുന്നത് ഞാനൊരു പദം കിട്ടുന്നുണ്ട് കേട്ടോ. അവനല്ലേ നമ്മുടെ ചിന്തയാ, അവൻ തരാം എപ്പോ കണ്ടാലും തന്നേക്കാൻ, അവനല്ലേ അബ്രഹാമെ തന്നേക്കാൻ അല്ലാതെ ഇന്ന് വരെ കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അല്ലേ ഒരു പ്രാവശ്യം മുഷിഞ്ഞിട്ട് സഹിയിട്ടിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ എലയാസറെ ഞാൻ എടുത്തെടുത്തോട്ടെ. ആമേൻ. ഇന്ന് പകൽ ഇടയ്ക്ക് ബുദ്ധി കയറരുത് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബുദ്ധിയുടെ മണ്ഡലങ്ങളും ആണിഞ്ഞു മാറട്ടെ. സ്തോത്രം 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആത്മീയ ജീവിതത്തിലേക്ക് ബുദ്ധി തിരികെ കയറ്റാൻ ദൈവാത്മാവ് അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രവർത്തനം ശ്രദ്ധമായി നടക്കുകയാണ്. ആമേൻ. അവസാനം മടുത്തിട്ട് ചോദിച്ചു, കർത്താവ് എലയാസറെ ഞാൻ എടുത്തെടുത്തോട്ടെ അല്ലേ? ആമേൻ ഹല്ലേലൂയ. കർത്താവിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന അത് ആമേൻ സാറയുടെ പറയുകയാണ്. ഹല്ലേലൂയ. അതിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവർ തന്നെ അതിന്റെ അവകാശിയായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇനി എന്താ കർത്താവ് ദൈവത്തോട് ചോദിക്കുക, ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കാണുമ്പോഴെല്ലാം ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തും ആ ചിന്തകൾക്കകത്തും ഒക്കെ പലപ്പോഴും കയറി വരുന്നുണ്ട്. അവൻ ഇനി നടക്കൂ, കാലം ഇത്ര ഓടി, സമയം ഇത്രയും പോയി അല്ലേ? സാഹചര്യങ്ങൾ മുഴുവൻ വിപരീതമായി. ഹല്ലേലൂയ. വചനത്തിന്റെ ദൂത് വല്ലാതെ കയറി വരുന്നു. കാറ്റ് കാണത്തില്ല, കാണുകയില്ല, താഴ്വരയിൽ അനേകം കുഴിക വെട്ടിക്കോണം. ഹല്ലേലൂയ. നീയും നിന്റെ ആടുമാടുകളും മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം താഴ്വര വെള്ളം കൊണ്ട് നിറയും. മഴ പെയ്യണമെന്നുണ്ട്, എന്റെ ദൈവത്തിന് മഴ പെയ്യാൻ കാർമേഘം വേണമെന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. വെള്ളം തരാൻ എന്റെ ദൈവത്തിന് മഴ വേണമെന്നില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാ ഞാനും നിങ്ങളുടെ മകൻ ആരാധിക്കുന്നത്. വിശ്വാസമുള്ള ദൈവത്തെ സ്തോത്രം ചെയ്തു. അങ്ങനെ ഇരിക്കെ 90-ാമത്തെ 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ 99-ാമത്തെ വയസ്സിൽ ആമേൻ ഹല്ലേലൂയ വീട്ടിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ വന്നു. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ? 99-ാമത്തെ അപ്പോ അന്ന് കർത്താവ് പറഞ്ഞത് പിന്നീട് ഇതിനെ കുറിച്ചൊരു പരാതി പറയുന്നില്ല. അപ്പോ സത്യത്തിൽ നമ്മളായിരുന്നെങ്കിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ചോദിച്ചാലും, അന്ന് നമ്മൾ ചോദിച്ചാലും നമുക്ക് ചില സമയത്ത് ഈ വികാര സമ്മിശ്രമായ സ്വഭാവങ്ങളുള്ള ആളുകൾ അല്ലേ? സങ്കടവും ദേഷ്യവും കലിപ്പും ആമേൻ ഹല്ലേലൂയ ഇതെല്ലാം കൂടെ വളരുന്നവരാണ്. ആമേൻ. കർത്താവ് വന്നപ്പോഴത്തേക്കും നമ്മുടെ അബ്രഹാം ഓടി ചെന്നിട്ട് നിലം വരെ കുനിഞ്ഞ അവനെ പറയണ യജമാനന്മാരേ വീട്ടിൽ വന്ന് അവന്റെ ഹല്ലേലൂയ ഒന്ന് വിശ്രമിച്ചാട്ടെ, ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ. ഞാനായിരുന്നു ചോദിച്ചാൽ കർത്താവേ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ദൂത് പറഞ്ഞു, ഇന്ന് വരെ നടന്നില്ലെന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ എല്ലാവരുടെ സ്വഭാവമാണ്. പക്ഷെ ഇത് കൊടുക്കുമ്പോഴും നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്നേ. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ ചിലപ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് അമ്മാമ്മ ചിലപ്പോൾ പറയുക അടുത്ത് നിന്നുകൊണ്ട്, ഇവിടുത്തെ അമ്മാമ്മയല്ല സാറാമാമ പറയാം, ചോദിക്കച്ച സ്തോത്രം ഹല്ലേലൂയ. മനസ്സിലാകുന്നോ? സ്തോത്രം ഹല്ലേലൂയ. അച്ഛാൻ ചോദിക്കാവോ ചോദിക്കാതിരിക്കാവോ? ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ അബ്രഹാമിനോട് യഹോവയായ ദൈവം ചോദിച്ചു, നിന്റെ ഭാര്യ സാറായ എവിടെ? വിളി കേട്ട് ഇറങ്ങി വന്നേച്ചേ. ഈ മരുഭൂമി യാത്ര ഇതിന്റെ ഒന്നും അല്ലാതാക്കാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. Praise the Lord. Hallelujah.
1000 ചോദ്യങ്ങളിൽ ഇന്ന് മുതൽ യോഗത്തിൽ കസേര വന്നിരിക്കുമ്പോഴാണല്ലോ അവന് നിനക്കുള്ള മറുപടി അവന്റെ പക്കലുണ്ടെന്ന് അറിഞ്ഞു വേണം അവരെ ആരാധിക്കാനായിട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഞാൻ എടുത്ത വചനം വേറെ കിടക്കുക. ആമേനല്ലേലൂയ. അവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേനല്ലേലൂയ. അപ്പോ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ അതൊന്ന് പിടിച്ചെന്നോളൂ കേട്ടോ. അബ്രഹാം അടുത്തയാണ്ടിൽ ആമേനല്ലേലൂയ നീ ഒരു തലമുറയെ അയച്ചു കൊടുക്കും. ചില നാളുകൾക്ക് മുൻപ് അബ്രഹാമിനോട് ദൈവം ഇതേ കാര്യം ഒന്നുകൂടെ സംസാരിച്ചപ്പോ അബ്രഹാം അവനെ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കടന്ന് ജീവിച്ചു അല്ലേ? വായിച്ചിട്ടുണ്ടോ ഭാഗം? സ്വത്രം. പക്ഷെ ഇവിടെ ഇപ്പൊ വീടിനകത്ത് വേറൊരു ചിരി ഉണ്ടായി. പുറം ലോകം പിടിച്ചില്ല ചിരി. അബ്രഹാം കണ്ടില്ല ചിരി ചിരിച്ചത്. ആരാ ചിരിച്ചേ? സാറാ ചിരിച്ചത്. പണ്ടൊരു പ്രാവശ്യം അതിപ്പോ പറഞ്ഞതുപോലെ ഭാഷ ചിരിച്ചതല്ല, എന്റെ പല്ല് മുക്കിയതുകൊണ്ട് ഭാഷ തോന്നിയതാണ്. അനിഷ്കാവാലോ പറഞ്ഞത്. അതെ. അപ്പൊ മനസ്സിലാക്കിക്കോണം. ചിരിച്ചോ അമ്മാവൻ? അമ്മാവൻ ചിരിച്ചോന്നല്ല, സാറാ ചിരിച്ചോ. അബ്രഹാം കണ്ടോ ഇത്? അപ്പൊ അബ്രഹാമിനോട് ഇങ്ങനെ, അബ്രഹാമെ അടുത്ത നിനക്ക് ഒരു തലമുറ ഉണ്ടാവുമെന്ന് പറയുമ്പോഴത്തേക്കും സാറ അകത്ത് ചിരിച്ച് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ടുണ്ടോ? എപ്പോ ചിരിച്ചു? ഞാൻ കണ്ടില്ല. സ്വത്രപഥേരിയ അവിശ്വാസത്തിന്റെ ചിരിയല്ലേ സാറേ? സ്വത്രപഥേരി. പക്ഷേ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ വീണ് കിടന്ന് കവിണ് വീണ് ചിരിച്ചെന്ന് ബൈബിൾ. അത് ദൈവത്തിന് വിഷയമല്ല, കാരണം നിഷ്കളങ്ക ചിരിയാ. ഹല്ലേലൂയ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചോണ്ടുള്ള ചിരിയുണ്ട് അല്ലേ? ഇല്ലങ്ങളെ എത്ര ദൂത് കളി ഇതൊന്നും നടക്കാനുള്ളതല്ല. ഇതാണ് ആശയം പുള്ളിക്കാരത്തിനകത്ത് കിടക്കുന്നത്. സ്തോത്രവല്ലേലൂയ. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ നീതി, അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ നീതി ദൈവത്തിന് നിവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇതിനോട് ചേർത്തൊരു കാര്യം കൂടെ പറയാം. ബാംഗ്ലൂര് ഒരു ചർച്ചിൽ ഒരു പാഷ ശുശ്രൂഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സഹോദരിയോട്, ശുശ്രൂഷയുടെ ഇടയിൽ അവിടെ ഒരു സഹോദരിയോട് ദൂത് പറഞ്ഞു, അടുത്ത ആണ്ടിൽ ദൈവം തലമുറയത്തിൽ സഭയാകപ്പാട് അമേഖലയ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ദൂത് പറഞ്ഞ ആ ദൈവദാസൻ ദൂത് പറഞ്ഞ സഹോദരിയുടെ ഗർഭപാത്രം റിമൂവ് ചെയ്ത ഒരു ഡോക്ടർ തൊട്ട് അപ്രമിക്കുന്നു. ഇതുവല്ല പിടി കിട്ടിയോ? അപ്പൊ ആരോടെ ദൂത് പറഞ്ഞു? ഗർഭപാത്രം ഇല്ലാത്തൊരു സഹോദരിയോട് ദൂത് പറയാം. അപ്പൊ അവിടുത്തെ ഉപദേശം ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു, ഉച്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാഷ പകൽ വൈകിട്ടൊക്കെ വിളിച്ച് പാഷ ഉച്ചയ്ക്ക് പോകലെന്ന് ചോദിച്ചു. അപ്പോൾ പാഷ മനസ്സിലായില്ല. പാഷ നിങ്ങൾ പകൽ വൈകിട്ടത്തില്ല, പാഷയില്ല, വൈകിട്ട് യോഗമില്ല, ഉച്ച കൊണ്ട് യോഗം പാഷ ശ്രദ്ധിക്കാനില്ല, ഞങ്ങൾ ഉച്ചവരെ യോഗം നടന്നു. പാഷ ഒന്ന് പോയേ സ്വതന്ത്രമായിട്ട് യോഗം ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഗർഭപാത്രം ഇല്ലാത്തൊരു സഹോദരിയോട് പറയാം, അടുത്ത അതിൽ അമ്മേ ഹല്ലേലൂയ, പക്ഷെ എന്റെ ദൈവം എന്ത് പറഞ്ഞോ അത് സംഭവിച്ചു. എന്റെ ദൈവത്തിന് ഒരു ഗർഭപാത്രം വെച്ചു കൊടുക്കാനായിട്ട് ഇല്ലാത്തതിനെ ഉളവാക്കാൻ 10 1 സെക്കൻഡ് മതിയെങ്കിൽ, പ്രകാശ് മാഷ് പറയുന്നത് പോലെ ഈ ഭൂമി ഉണ്ടാക്കാൻ ദൈവത്തിന് ഒറ്റ വാക്ക് മതിയെങ്കിൽ നിന്നിൽ ഇല്ലാത്തത് ഒഴിവാക്കിയെടുക്കാൻ, നിന്റെ കുടുംബത്തിനകത്തില്ലാത്തത് ഒഴിവാക്കിയെടുക്കാൻ, നിന്റെ തലമുറക്കകത്തില്ലാത്തത് ഒഴിവാക്കിയെടുക്കാൻ അതുകൊണ്ടാണ് ഈ ശ്യാമനെ കുറിച്ച് വിളിച്ചു പറഞ്ഞൊരു പേരുണ്ട്, അവൻ അത്ഭുത മന്ത്രി. എന്നാ മന്ത്രിയാ? അവന് കൂടെ കൂടെ വാക്ക് മാറ്റുന്നവൻ അത്ഭുത മന്ത്രി. സ്തോത്രവല്ലേലൂയ. അവന്റെ പേരെന്താ? അത്ഭുത മന്ത്രി. സ്തോത്രവല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഒരു അത്ഭുതം ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ അവൻ പ്രാപ്തനാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് ഒരു രോഗസൗഖ്യം ആവശ്യമാണെങ്കിൽ അവൻ വൈദ്യനാണെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്ന് മകൾ ജയം വേണമെങ്കിൽ അവൻ യഹോവ നിസിയാണെന്നാ പറഞ്ഞത്. ഇന്ന് പകലല്ല, അവന്റെ പേര് ചുമ്മാ ഇട്ടതല്ല, അവൻ അത്ഭുത മന്ത്രിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ സാറ ഊറിച്ചിരിച്ചതും അബ്രഹാം കവിളിന് വേണ്ടി ചിരിച്ചതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ.
അബ്രഹാമിനോട് അവനെല്ലാം സാറ അവനെല്ലാം ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറ അയ്യോ ഞാൻ ചിരിച്ചിട്ടില്ലേ, നമുക്ക് പറ്റുന്ന കുഴപ്പമാണ്, കുറവ് വന്ന് അങ്ങ് ഏറ്റ് പറഞ്ഞേക്കാം. പൈസലോടല്ലേരിയ അവിടെ കിടന്നുകൊണ്ട് ഉരുളരുത് അല്ലേ, മെഴുകരുത്. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് തെറ്റിപ്പോയതെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. മനുഷ്യനോടല്ല ദൈവത്തോട് പറയണം. സ്തോത്രം. കർത്താവെ പറ്റിപ്പോയി, തെറ്റിപ്പോയി. ഹല്ലേലൂയ. ദൈവം ക്ഷമിക്കും കേട്ടോ. മനുഷ്യനും ദൈവം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവം ക്ഷമിച്ചാൽ ദൈവം അത് മറക്കും, പിന്നെ ഓർക്കണം. മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മനുഷ്യൻ മറക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അല്ലേ. സ്തോത്രം. ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ സന്തോഷത്തോടെ. അതുകൊണ്ട് സാറ പറഞ്ഞു, അയ്യോ ഞാൻ ചിരിച്ചില്ല. ഇല്ല, നീ ചിരിച്ചു. ആരോടെ പറയുന്നത്? ദൈവത്തോടാ പറയുന്നത്. ദൈവത്തോട് നിന്ന് തർക്കിക്കുക, ഞാൻ ചിരിച്ചില്ലെന്ന് അല്ലേ, ഞാൻ ചെയ്തിട്ടില്ല. ആരോടാ പറയുന്നത്? പണ്ട് ഞങ്ങളുടെ സ്നേഹിതരായ വികാസം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ഇവിടെ വെച്ച് ചെയ്തതും കാണിച്ചതും പറഞ്ഞതും എല്ലാം നമ്മളെ ഇങ്ങനെ ജീവിക്കാത്ത കാണിക്കുന്ന പോലെ കാണിക്കും. അപ്പോഴത്തേക്ക് കർത്താവോട് തന്നെ നമ്മൾ തന്നെ പറയും, കർത്താവ് അധികം കാണിക്കണ്ട, ഞാൻ തീക്കാത്ത ചാടിക്കോളാം. മനസ്സിലായോ? നമ്മൾ അധികം ഇനി കാണിച്ചു കഴിഞ്ഞാൽ വെറുതെ നാണം കെടുത്തുള്ളൂ. അതുകൊണ്ട് വേണ്ട, ഒത്തിരി കാണിക്കേണ്ട കർത്താവ്, ഞാൻ ചാടിയേക്കാം. ദൈവത്തോട് നിന്ന് വാദിക്കുക. അവിശ്വാസത്തിന്റെ ചിരിയ അല്ലേ, നന്നായിട്ട് തിരിച്ചോണം. ചില ആളുകൾ ചുമ്മാ അങ്ങ് ചിരിക്കും. അവർ പല ആളുകൾക്ക് തോന്നും അവർക്ക് വട്ടാണ് അല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാത്ത എത്രയോ വിഷയങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു അല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ കവിണ്ണു വീണ്ടും കിടന്ന് ചിരിക്കുകയാണ്. ദൈവത്തിന് അത് വിഷയമല്ല, നിഷ്കളങ്ക ചിരിയ. സ്തോത്രം. 100 വയസ്സുള്ളവന് തലമുറ ഉണ്ടാകുമോ? 90 വയസ്സുള്ള സാര ഗർഭം ധരിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തൻ വീട്ടിനകത്ത് ഇറങ്ങി വന്ന് പറയുകയാണ്, യേശുവിന് പകരക്കാരനായി എന്നെ നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം ചിരി ഉണ്ടാക്കി. ഭാഗം വിടുകയാണ്. അപ്പൊ 4 പേര് ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന വിഷയം അവനെ കർത്താവിന്റെ അടുക്കലേക്ക് ഇറക്കി വെച്ചു. കർത്താവ് മേലോട്ട് നോക്കിയപ്പം കർത്താവ് കണ്ടത് ഇതാണ്, കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അല്ലേ. അമേനല്ലേ. ഞാനൊരു കാര്യം ഈ മോഹനച്ചാനോടും അമേനല്ലേ ആദ്യം നല്ല ക്ഷീണത്തിലാന്ന് തോന്നുന്നു. ശാന്തമാനിയോടും കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യം, സാരമില്ല, ആദ്യം ഒത്തിരി ഭാരമുണ്ട്, കുഴപ്പമില്ല. ഹല്ലേലൂയ. ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ ഈ തലമുറയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കുള്ള വിശ്വാസം എന്താ? ഹല്ലേലൂയ. ദൈവദാസനും അവൻ ദൈവദാസൻ ഈ തലമുറയെ ദൈവത്തിന്റെ മക്കൾ കൊണ്ടുവരുമ്പോഴുള്ള വിശ്വാസം എന്താ? സിസ്റ്റർ, അവൻ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം എന്താ? ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ഇത്രയും ഭാരം വഹിച്ച്, ഞങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് അവൻ ലോകവൈദ്യന്റെ മുമ്പിലല്ല. അവൻ ഇവരെ എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തരായ ദൈവത്തിന്റെ അടുക്കലോ ഞങ്ങൾ കെട്ടിക്കൊടുന്നോട് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പക്ഷപാത രോഗിയോട് പറഞ്ഞു, അവൻ എഴുന്നേറ്റ് നടന്നോളാം. നേരത്തെ പറയുന്നുണ്ട്, ഭാഗമുണ്ട്, പാവങ്ങൾ പാവനിമിത്തം രോഗം വരാം കേട്ടോ. അത് എത്ര പ്രാർത്ഥിച്ചാലും മാറുകയില്ല, അത് ക്രമപ്പെടണം. സ്തോത്രം. ഇത് പറയുമ്പോൾ എല്ലാം കൂടെ പറയണം അല്ലേ. ഹല്ലേലൂയ. പാവനിമിത്തം രോഗം വരും, നമ്മുടെ വാ നിമിത്തം രോഗം വരും. ഉണ്ടോ പക്ഷെ അങ്ങനെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. സഭാപ്രസംഗ പുസ്തകത്തിൽ കിടപ്പുണ്ട്, നിന്റെ വായ നിന്റെ രോഗത്തിന്, നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരും. വാ കൊണ്ട് പറയുന്ന ദൈവഹിതമില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രോഗികളായി. അത് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കാണ് ഏത് ഡോക്ടറെ കണ്ടാലും അവനെ നമുക്ക് ചിലപ്പോൾ അതിന് സൗഖ്യം വരാൻ പറ്റുകയില്ല. അത് അവനെ ദൈവത്തിന് ക്രമപ്പെടുമ്പോഴേ പറ്റത്തുള്ളൂ. കുഞ്ഞിന്റെ കാര്യത്തിലല്ല കേട്ടോ. അവനല്ലേ അത് ചിന്തിക്കരുത്, അവൻ കുഞ്ഞാ. സ്തോത്രം. അതൊരു പോരാട്ടം തന്നെയാണ്, ഇവനോടുള്ള ബന്ധത്തിലൊരു പോരാട്ടമാണ്. അത് ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അയച്ചു കൊടുക്കും.
സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ആ അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു. അവനെ കിടക്കയ്ക്കകത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അവൻ ആ 4 പേരോട് കൂടെ തിരിച്ചു കടന്നുപോയി. അടുക്കലോട് സ്തോത്രം പറഞ്ഞാൽ അപ്പോ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു വിഷയത്തിനും മറുപടി ഇല്ലാതെ പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഇനി നമ്മുടെ വചനത്തിലേക്ക് ഓടി വന്ന് നീതി പുലർത്താം. ഒന്ന് വായിച്ചു. ഇനി ഒന്ന് വായിച്ചേ. ആമേൻ. ഹല്ലേലൂയ. 37-ാം അധ്യായത്തിന്റെ ആമേൻ. ഹല്ലേലൂയ 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു. പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്യാക്കീമിനെയും രായസക്കാരൻ ഷെബ്നയെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടെടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു. കാരണം ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അശൂർ രാജാവായിരിക്കുന്ന ആമേൻ സൻഹെരീബിന്റെ ഭടനായകനായിരിക്കുന്ന റബ്ഷാക്കെ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ ഇസ്രായേലിനെതിരെ വന്നിട്ട് മന്ത്രിമാരോടും രായസക്കാരനോടും രാജധാനി വിചാരകനോടും പറയുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. ഹിസ്കിയാവ് നിങ്ങളെ രക്ഷിക്കത്തില്ല. നിങ്ങളുടെ രാജാവ് നിങ്ങളെ രക്ഷിപ്പാൻ പ്രാപ്തനല്ല. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കീഴടക്കണം. ദൈവകൃപയുള്ളവനെ കീഴടക്കാനായിട്ട് ശത്രു കയറി വന്ന് നിൽക്കുക. ഇത് കേട്ട മാത്രയിൽ ആമേൻ. ഹല്ലേലൂയ. രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ ഭയപ്പെടുന്ന ഹിസ്കിയാ രാജാവ് ആ സമയത്ത് ആലോചന ചോദിക്കാനായിട്ട് യെശയ്യാവിന്റെ അടുക്കൽ 3 പേരെ അയച്ചു. എന്താ 2-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമാണ്. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ച ഒരു വാക്യം എന്താ? പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയേച്ച് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ? കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക് കേറി വരുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില പോരാട്ടങ്ങൾ എതിരെ വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൻ രാജാവ് പറയുകയാണ്, നടക്കാൻ പോവാ, വിടുതൽ നടക്കാൻ പോവാ, കുഞ്ഞുങ്ങൾ ജനിക്കാറാ, ഇസ്രായേൽ വീണ്ടും പണിയപ്പെടാൻ പോകുക. പക്ഷെ എന്താ? അവൻ ഹല്ലേലൂയ പ്രസവിപ്പാൻ ശക്തിയില്ലാതെ പോകുക. ചില വാക്കുകൾ നിന്നെ തളർത്തിക്കളയുമ്പോൾ, ഹല്ലേലൂയ, ചില ആരോപണങ്ങൾ നിന്നെ തളർത്തിക്കളയുമ്പോൾ നിന്റെ ശത്രുവിനറിയാം നിന്റെ വീക്ക് പോയിന്റ് എവിടെയാ. അവിടെ അടിച്ചാൽ നീ തളരുമെന്ന് ശത്രുവിനറിയാൻ തുടങ്ങുന്നുണ്ട്. വിടുതലിലേക്ക് നയിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഇടുത്ത് നിൽക്കുക. അവൻ സ്റ്റക്കായി പോയി നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം സ്തോത്രം. ആത്മാവ് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നോണം. ആത്മമണ്ഡലത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ. അവൻ കയ്യെത്തും ദൂരത്തിൽ ദൈവപ്രവർത്തികൾ വിടുതലും അവൻ കൈകളിൽ ഇരിക്കുമ്പോ അവനല്ലേ അതിന്റെ പടിവാതിക്ക വന്ന് അവനല്ലേ പാമ്പിന്റെ തലക്കെട്ട് അടിച്ചതിനെ കിടത്തിയിടുന്നത് പോലെ അവൻ നിന്റെ വീക്ക് പോയിന്റിൽ അടിച്ചതിനെ എഴുന്നേൽക്കാൻ കഴിയാതെ ശത്രു അടിച്ചിടുന്ന സമയമാണിത്. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ എഴുന്നേറ്റോളാം. ദൈവാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹിസ്കിയാവിനറിയാം അവന്റെ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുക. വിടുതൽ നടക്കാൻ പോവുക. പക്ഷെ പ്രസവിക്കാൻ ശക്തിയില്ല. ശക്തി ഇവിടെ ചോരുകയാണ്. ആരാധിക്കുന്നവന്റെ ശക്തി ചോരുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ ശക്തി ചോരുകയാ. പാചകത്ത് സന്തോഷമില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സന്തോഷമില്ല. അവന് എത്ര ബൈബിൾ വായിച്ചത് തൃപ്തിയില്ല. അവനല്ലേ ഉപവസിച്ചിട്ട് തൃപ്തിയില്ല. അവനല്ലേ പിന്നെ ഒരു 10 വർഷത്തെ ജീവിതത്തിൽ അങ്ങ് പോകുക. അല്ലേ ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാൻ എന്തില്ല. ഹല്ലേലൂയ. കുഞ്ഞിനെ കാണണ്ടേ? അർത്ഥം എന്താ? അവൻ നീ ആഗ്രഹിച്ച വിടുതൽ കാണണ്ടേ? എന്റെ കൂട്ടത്തിലുണ്ടോ ദൈവമക്കള്? അവൻ നീ പ്രതീക്ഷിച്ചത് കാണണ്ടേ? ശക്തിയില്ല. സ്തോത്രം. ശക്തിയെ ക്ഷയിപ്പിച്ച് കളയുകയാണ്. ഹല്ലേലൂയ. അവൻ എവിടെയാ കർത്താവിന്റെ വചനം പറയുന്നത്? പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയേച്ച് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ? അതിന്റെ അർത്ഥം എന്താ? പ്രസവം നടക്കുന്നല്ലേ? ഞാൻ പറഞ്ഞ ആശയം പിടി കിട്ടുന്നുണ്ടോ? അതിന്റെ അർത്ഥം അല്ലേ പ്രസവം നടക്കുമെന്ന്? അതിന്റെ അർത്ഥം വിടുതൽ നടക്കുമെന്ന്? അതിന്റെ അർത്ഥം ദൈവം തീരുമാനിച്ചത് നടക്കുമെന്ന്?
ഒന്നുകൂടെ പുറകോട്ടിറങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. കനാലിൽ നിന്ന് ഓടി പതിനാറാമിലേക്കുള്ള യാത്രയുടെ നടുവിൽ ഹല്ലേലൂയ അവൻ ദൈവിക ദർശനം പ്രാപിച്ച് ലാബാന്റെ വീട്ടിൽ ചെന്ന് കയറി വിവാഹം കഴിഞ്ഞ് അവന്റെ ലഹരിയ 4 ഭാര്യമാരും തലമുറകളുമായിട്ട് വരുമ്പോ യാക്കോബ് യാബോക്കിന്റെ കടവിന്റെ തീരത്ത് വന്ന് അവൻ യാബോക്കിന്റെ തീരത്ത് വന്നിട്ട് നിൽക്കുക. എല്ലാത്തിനും അക്കരെ കടത്തി. സ്തോത്രം. ഹല്ലേലൂയ. പേരെന്താ? യാക്കോബ്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് രാത്രി മുഴങ്കാലുകൾ വരുന്നു. ഹല്ലേലൂയ. അവൻ തന്റെ ജ്യേഷ്ഠൻ തനിക്കെതിരെ നിൽക്കുകയും വാളുമായി. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥനയാലല്ലാതെ അവനൊരു മുന്നോട്ട് പോക്കില്ല. മുഴങ്കാലെ ഇരുന്നവൻ പ്രഭാതം വരെ ദൈവസഭയിൽ പ്രാർത്ഥിച്ചു. ഒരു ഓൺലൈൻ വേറെ നടത്തി. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അവൻ ദൈവത്തിന്റെ ദൂതൻ യാക്കോബിനോട് പറഞ്ഞു, യാക്കോബ് എന്നെ വിട്, ഉഷസ്തുതിക്ക് എനിക്ക് പോകണം. അവനെല്ലാം യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ തന്നെ വിടത്തില്ല. നിനക്ക് ചോദിക്കുന്നത് ഭൗതിക അനുഗ്രഹമാണോ യാക്കോബ് ചോദിക്കുന്നേ? അല്ല. അവൻ ആടുമാടുകളും മൃഗസമ്പത്തുകളും എല്ലാം ഉണ്ട്, അതെല്ലാം അങ്ങനെ കടത്തിയിട്ട് അവൻ യാക്കോബ് പറയും, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ദൈവത്തിന്റെ ദൂതനെ ഞാൻ വിളിച്ചിരിക്കുക. പ്രാർത്ഥന നിർത്തരുത് കേട്ടോ, ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ. ഇന്നപ്പോൾ ദൈവത്വം പറയുകയാണ്, നമ്മളൊക്കെ പറയല്ലേ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. കർത്താവിനോട് അത് തരണം കർത്താവ്, അവൻ എനിക്കൊരു ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞോണം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കുമ്പോഴും ക്രിക്കറ്റ് മൈൻഡുണ്ട് ചില ആളുകൾ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ നിർത്തിയെന്നറിയോ? യാക്കോബ് എങ്ങനെ വീട്ടുകാരെ നിർത്തിയെന്നറിയോ? 3 കൂട്ടമായിട്ട് നിർത്തി. സമയം ദാസിമാരെ അവരുടെ മക്കളെ ആദ്യം കൊടുക്കും. പിന്നെ ലേയെ നിർത്തി. ഏറ്റവും ഒടുവിൽ ആരെ നിർത്തി? റാഹേലിനെ, യോസഫിനെ, ബെന്യാമീനെ നിർത്തി. കേട്ടോ? ബെന്യാമീൻ ഉണ്ടായില്ല, യോസഫിനെ നിർത്തി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? യാക്കോബ് സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റാഹേലിനെ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന. അപ്പം ദാസിമാരെ ചേട്ടൻ വെട്ടിയാൽ ആർക്ക് ഓടണം? റാഹേലിനെ കൊണ്ട്. ഇപ്പോഴും ആ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഇപ്പോഴും ആ കുറുക്കന്മാര് മാറിയിട്ടില്ലെന്നാണ്. ശരിയല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. പോവാണെങ്കിൽ ആദ്യം വെട്ടുന്നത് അവന്റെ സഹോദരിമാരെ, അത് കഴിഞ്ഞ ബിൽഹയും ശില്പയും അവർക്കുണ്ട് മക്കളല്ലേ. അവരെ വെട്ടി കയറുമ്പോ അറിയാം, അവിടെ കണ്ട് കാറിൽ കയറുമ്പോ അറിയാം വെട്ട് തുടങ്ങിയിട്ടുണ്ടോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ലേയെ കിട്ടിയില്ലേ സാരമില്ല, റാഹേലുമായിട്ട് കാരണം പുള്ളിക്ക് ഇഷ്ടമാണ് അല്ലേ? ആമേൻ. ഹല്ലേലൂയ. ഇവന്റെ തന്ത്രം ദൈവത്തിന് നല്ലപോലെ. യാക്കോബ്. സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, നിന്റെ പേരെന്താ പറഞ്ഞു. അന്ന് വെളിപ്പെടുത്തി ശരിക്കും ഞാൻ യാക്കോബ്. പണ്ട് അപ്പനെ പറ്റിയൊരു കാര്യം അല്ലേ? സ്തോത്രം. വലിയ ഫാൻസി ഡ്രസ്സ് കളിച്ചോണ്ട് വന്നു. ആമേൻ. ഹല്ലേലൂയ. അല്ലേ? എത്ര ശബ്ദം മാറ്റാൻ നോക്കിയാൽ പിടി കിട്ടി നടന്നോ? അവന്റെ ശബ്ദം യാക്കോബിന്റെ ദേഹം മുഴുവനും. അന്ന് അപ്പനെ കബളിപ്പിച്ച് അനുഗ്രഹം മേടിച്ചു. ഇപ്പൊ ചോദിക്കേണ്ടവൻ ചോദിച്ചു, ഹല്ലേലൂയ, നീ ആരാ? ഞാൻ യാക്കോബ്. ഇനി നീ യാക്കോബല്ല, ഇനി നീ ഇസ്രായേൽ എന്നറിയപ്പെടും. ഈ ഇസ്രായേൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു. സോറിച്ച ഇസ്രായേൽ അറിയപ്പെടുമെന്ന് ദൈവം പറയുകയും ചെയ്തു. ആ തൊടയുടെ ഞരമ്പെടുത്ത വലിയ സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ വലിച്ചെന്നറിയാമോ? ഇവന്റെ ചിന്ത എന്തായാലും മുമ്പേ ഞാൻ പറഞ്ഞത്, അവിടെ വെട്ടു നടക്കുമ്പോ ഇനി ഓടും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇനി നീ ഓടണ്ട. ഹല്ലേലൂയ. നിനക്കെതിരെ നിന്നതിനെ ഞാൻ നിനക്ക് അനുകൂലമാക്കും. ചൊണ്ടങ്കാല് വെച്ചോണ്ട് എവിടെ വരെ ഓടിയാൽ എവിടെ പിടിക്കത്തില്ല. ഇനി നീ ഓടണ്ട. നീ ഇപ്പൊ യാക്കോബ് അല്ല, യാക്കോബായ നീ ഓടിക്കും. നീ നിന്റെ പേര് ദൈവം മാറ്റിയിട്ടു. ഇസ്രായേൽ, ദൈവത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ യാക്കോബ് യാവോ കിടന്ന് അപ്പുറത്തേക്ക് ഉദിക്കുമ്പോ ഏശാവ് വരുവാ. അവന്റെ 400 ആളുകളായിട്ട് വരിക. ഇപ്പോഴും ഒരു പേടിയുണ്ട്. അത് വേറെ കാര്യം.
സ്തോത്രം പേര് മാറിയാന്ന് പറഞ്ഞാലും ഒക്കെ ഒരു പേടി ഇപ്പോഴും കിടക്കുക. സ്തോത്രം ഹല്ലേലൂയ. അവിടെ കയ്യിൽ വാളുണ്ട്, വാള് കിടക്കുക. യാക്കോബിന്റെ യേശാവിന്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്തോറും ഉള്ളിനുള്ളിൽ തങ്ങിടിപ്പാണേ. സ്തോത്രം ഹല്ലേലൂയ. കൈ രണ്ടും ഇങ്ങനെ കൊണ്ടുവരും. എനിക്ക് കൊല്ലാനാണോ എന്നുള്ള പേടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ അപ്പോഴും ഒരു അന്തരാത്മ, അയ്യോ അവന്റെ അടുത്തേ പിടിച്ച് കൊല്ലുക. ഇങ്ങനെ അങ്ങോട്ട് വന്നേച്ച് വരുന്ന വരവ് കാണുമ്പോഴേ അവനില്ലേ യാക്കോബിന് ഇപ്പോഴും ഭയമാണ്. ഇങ്ങനെ വന്ന് കിരട്ടിയെന്ന് പഠിച്ചു. രണ്ടുപേരും മാറി മാറി കഴിഞ്ഞു. രണ്ടുപേരും ഇരു കവിളുകളിൽ ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. നീണ്ട വർഷത്തെ വൈരാഗ്യത്തിന്റെ ആത്മാവ് ഇന്നലത്തെ പ്രാർത്ഥനയിലായിരുന്നു. കൂടപ്പുറപ്പ് ബന്ധങ്ങളെ വൈരാഗ്യത്തിനകത്ത് കയറ്റിവെച്ച് കുടുംബത്തിനകത്ത് അലോഹ്യം വരുത്താൻ ശത്രുവിന്റെ പദ്ധതികൾ വല്ലാത്ത വേദനയുണ്ട്. എന്നറിയാമോ, നാളെ കബളിപ്പിച്ചിട്ട് പോകുന്നത് എന്റെ ചേട്ടന് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവിടെ ചാടുപാടുകളെ കൊടുത്തു. അവൻ യേശാവ് ചോദിച്ചു, എന്തിനാ സഹോദര, എന്റെ ഭാഷയെ പറഞ്ഞ് എന്തിനാ മോനെ ഇതെനിക്ക് തരുന്നത്? അല്ല ചേട്ടൻ നിൽക്കട്ടെ, ചേട്ടൻ എടുത്തു. ഇല്ല മോനെ, എനിക്കുള്ളതെല്ലാം ഉണ്ട്. അല്ലേ മാറവേ അങ്ങനെ സ്വീകരിക്കണം. കാരണം ഇന്നാളത്തെ കുത്തു കിടക്കുക. ഹല്ലേലൂയ. ചിലത് കൊടുത്തു തീർക്കേണ്ടതുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചിലത് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്, ചിലത് ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു, ആ വിരലേലിയ കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തും, പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞും, ചെയ്തു തീർക്കേണ്ടത് ചെയ്തും തീർത്തിരിക്കണം. വെട്ടാമെന്നവന്റെ വാടിക്കൊരു ഉറായി കിടക്കുക. സമ്മതിച്ചില്ല വെട്ടാനായി. നിങ്ങളുടെ ഭാവന എന്ന് കണ്ടേ, യാവോക്ക് കടവിന്റെ അപ്പുറത്ത് തീരത്ത് ഒരു ചേട്ടൻ അനിയന്റെ സ്നേഹബന്ധം പങ്കുവയ്ക്കും. വർഷങ്ങളോട് ഇല്ലാതിരുന്ന കൂടപ്പുറപ്പ് ബന്ധങ്ങൾ ചേട്ടൻ അനിയനെ അനിയ ചേട്ടനെ മാറി മാറി കെട്ടിപ്പിടിക്കുമ്പോ അവൻ ഭാര്യമാരെ നോക്കി നിൽക്കുക. ക്രിസ്തീയതയുടെ ഏറ്റവും പവിത്രമായ ഒരു അവനൊരു ബന്ധമെന്ന് പറയപ്പെടുന്നത് അവനിലെ നിലനിൽക്കുന്ന സ്നേഹബന്ധങ്ങളാണ്. എവിടെങ്കിലും ബന്ധങ്ങൾ ഉടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ തന്നെ ദൈവമെന്നാകെ സമർപ്പിച്ച് അവിടേക്ക് കയറി വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. വചനം പറഞ്ഞാൽ ഇങ്ങനെ നിർത്തുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കും. പ്രസവദ്വാരത്തിൽ വരുത്തിയേച്ച് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുന്നു. രണ്ടാമതൊന്നും കൂടെ ഇസ്രായേലിന്റെ ദൈവം പുതുക്കിപ്പോ ഇന്ന് പകൽ ഈ തിരുവഴുത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പലരുടെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവപ്രവർത്തിത അയക്കാൻ പോകുകയാണ്. പ്രസവദ്വാരത്തിൽ വരുത്തിയേച്ച് പ്രസവിപ്പിക്കാതിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ പ്രസവിപ്പിക്കുമെന്ന, അതിന്റെ അർത്ഥം ഞാൻ വിടുതൽ തരുമെന്ന, അതിന്റെ അർത്ഥം ഞാൻ നിന്നെ സന്തോഷിപ്പിക്കുമെന്ന. ഹല്ലേലൂയ. ആമേൻ. 2023 24 ആമേൻ. സ്തോത്രമൊക്കെ അവനേലൂയ. നമ്മളിപ്പോൾ ചില വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ച പല വിഷയങ്ങളുണ്ടാകാം. കൈമാറിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, ഹല്ലേലൂയ, അകന്നുപോയി. സാരമില്ല, ഭാരപ്പെടരുത്. അവൻ പ്രസവദ്വാരത്തിൽ വരുത്തിയേച്ച് അവൻ പ്രസവിപ്പിക്കാതിരിക്കത്തില്ല.